പരിശുദ്ധരൂഹായിക്കും നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും നേരമൊക്കെ നിരന്തരം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കരുണകളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ നിർവഹവും അശുദ്ധരെ ശുദ്ധീകരിക്കുന്ന വെടിപ്പുള്ള സ്വപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലമാക്കുന്ന വെളിപ്പമായിരിക്കുന്ന ശിഹാദംബരാന്റെ നേരത്തും നമ്മുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും വന്നതും യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ കൈക്കൊള്ളുന്നവരും യാചനം നൽകുന്നവരും ആദ്യവുമായ കർത്താവേ, ആദ്യ കടിഞ്ഞുലായ ഹാബേലിന്റെ കാഴ്ച കൈക്കൊണ്ടതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആരോഗ്യത്തിന്റെ ശുശ്രൂഷയാതിനെ പ്രസാദിച്ചതുപോലെ നിങ്ങളുടെ ശുശ്രൂഷനെ പ്രസാദിപ്പിക്കുമാറാകണമേ. ഇരുമനായ നോഹിന്റെ യാഗത്തിൽ നീ പ്രസാദിച്ചതുപോലെ നിങ്ങളുടെ മനസ്സിൽ നീ പ്രസാദിക്കണമേ. വിശ്വാസം സന്തോഷമായതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനക്ക് സന്തോഷകരമായിരിക്കണമേ. ഇരുമനായ യോഗ്യന്റെ അടുത്ത് നിന്ന് ദുഷ്ടനായവൻ ലഭിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവാദിക്കുമാറാകണമേ. രക്ഷപുരോഹിതനായ നിരോധിക്കപ്പെട്ടതുപോലെ കഠിനായ ശിക്ഷകളും കോപത്തിന്റെ വടികളും ഞങ്ങൾ നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സ്ത്രീയാട് ശുശ്രൂഷയെങ്കിൽ പ്രസംഗനായ യോഹന്നാനെ പറ്റി വൃത്തിയാശുണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെ രക്ഷയുടെ പ്രത്യാശങ്ങൾക്കുണ്ടാകുമാറാകണമേ. സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീയുടെ വിഷമമായ വേദനകളിൽ നിന്ന് സ്വസ്ഥപ്രാപ്തി മുഖാന്തരമായ നിത്യമാകരണമേ, രക്ഷിക്കുമാറാകണമേ. ഞാൻ ആ സ്ത്രീയുടെ മകളും ദുഷ്ടനെ ഓടിച്ചതുപോലെ സ്ത്രീയുടെ ശക്തിയെ ഞങ്ങൾ ദൂരത്താക്കണമേ. ഉത്കൃഷ്ടപുരുഷനാദാനിയിൽ നൽകിയതുപോലെ എന്റെ സന്ദേശം ഞങ്ങൾക്ക് ജയം നൽകണമേ. കത്തുന്ന അഗ്നിച്ചൂളയിൽ വെച്ച് ഹനനയാമുതലാട് ബന്ധനങ്ങൾ നീ അഴിച്ചതുപോലെ ദുഷ്ടവിജാതികളുടെ ബന്ധനങ്ങളെ ഞങ്ങൾ അഴിക്കുമാറാകണമേ. നിന്റെ പട്ടക്കാരി ശുശ്രൂഷകരെ ഇഷ്ടം ചെയ്ത് നിർവഹിക്കുവാനും നിന്റെ സുഖീയ വർണ്ണാട്ടിന്മേൽ അവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുമേനം പോലെ ഭയത്തോടെ ആട്ടിൻകൂട്ടത്തെ മേയിപ്പാനും വിശുദ്ധ വഴികൾ നടപ്പാനും കഷ്ടപ്പെടുന്നതും ഈ പ്രദമായ കൽപ്പനയായിരിക്കാൻ അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഇപ്പോൾ ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൽ പാർക്കുന്നവർക്ക് വേണ്ടിയും
അനുഗ്രഹങ്ങളും കരുണയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് എന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥനത്തിന്റെ ഭൂമിയിൽ പ്രവേശിക്കുമാറാകണമേ. ഈ ഭവനം ശ്രേഷ്ഠത പ്രാപിക്കുകയും നിലവസിക്കുന്നവർ ജയത്തോടെ രക്ഷിക്കപ്പെടുകയും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേറ്റസ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും മനതാപികളുള്ളവനുമായ കർത്താവേ, എന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ സമൃദ്ധി പോലെ ഞങ്ങളോട് ദയവും ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, തിരുവുള്ളമുണ്ടായി എന്ന പ്രാർത്ഥനയെ കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ ഗ്രഹിച്ചു. സ്വന്തമെന്ന് പറഞ്ഞിരുന്നില്ല. അവർക്കുണ്ടായിരുന്ന സ്വരവും പൊതുവിലായിരുന്നു. സ്ത്രീകന്മാർ ശക്തിയോടെ ഈശോ മിശിഹായുടെ പുനരുത്ഥാനത്തെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അവരെല്ലാവരോടും കൂടെ വലിയ കൃപയുണ്ടായിരുന്നു. അവരിൽ കൊണ്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ സമ്പാദ്യമായിട്ടുണ്ടായിരുന്നവർ അവയെ വിറ്റ് വിൽക്കുന്നതിന്റെ വില കൊണ്ടുവന്ന് സ്ത്രീകന്മാരുടെ കാൽക്കൽ വെച്ചിരുന്നു. ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ കൊടുക്കപ്പെട്ടു വരുന്നു. കാഴ്ചകളെടുത്തിട്ട് വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി നൽകാർക്കും കർത്താവിനെ വന്ദിപ്പേ. സഹോദരനെ, നാം വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേശ്വരുടെ വിശുദ്ധായവന്റെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണമല്ലോ. സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും അറിയിക്കുന്ന ജീവൻ അറിയിപ്പായ നമ്മുടെ കർത്താവ് മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ അറിയാവുന്ന ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി പ്രകർത്താവും ദൈവവും രക്ഷിതാവായിരിക്കുന്ന യേശു മിശിഹായുടെ നടുപെടൽ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യഹോവയിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശു തമ്പുരാൻ എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സക്കായ് ശരീര വളർച്ചയിൽ കുറിയവനായിരുന്നുകൊണ്ട് പുരുഷാർ നിമിത്തം അവന് കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിയിരുന്നുകൊണ്ട് അവനോട് യേശു തമ്പുരാൻ മുമ്പിൽ കടന്ന് അവനെ കാണുവാനായിട്ട് ഒരു കാട്ടത്തി വൃക്ഷത്തിൽ കയറി. യേശു തമ്പുരാൻ ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ട് അവനോട്, സക്കായിയെ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു എന്ന് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്നു, സന്തോഷത്തോടുകൂടെ അവനെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ അകത്തി എന്ന് വാർത്തു എന്ന് തുറപ്പുറത്ത് പറഞ്ഞിരുന്നു. എന്നാൽ സക്കായി യേശു തമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 1/4 മടങ്ങ് തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. യേശു തമ്പുരാൻ അവനോട്, ഇവനും അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിക്കാൻ വന്നു എന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മകളഖിലം മനുജർക്കായി ദാനം ചെയ്തു, സ്വർഗവാഴ്വുകൾ അയച്ചും അരുളും ഓരു കാട്ടം ഈ വീടിനെ
വലിയവനാക്കി എല്ലാത്തിലും ശ്രേഷ്ഠനാക്കി അകർത്തൽ ഈ വീടിനുമാ നന്മകളെല്ലാം നൽകിയിടട്ടെ തഞ്ചിറകിൻ കീഴിൽ വരെ മറച്ചിട രസവരാതെ വഴി തന്നിൽ നടന്നിടുവാൻ നിന്മാപ്പെട്ടവനിൽ നിന്നെങ്ങളെ രക്ഷിക്കണേ. സന്ധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നുവെന്നും നിന്റെ കൃപയും സഹായവും കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായി കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ ബഹുളമായ അനുഗ്രഹങ്ങളെ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴ്വുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളിൽ ഓർത്തിൽ നീ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊള്ളുന്നു. മനസ്സലിയുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് പണിയുന്നതിനെ നിന്റെ ഉടമസ്ഥന് ചെയ്ത എല്ലാ സഹായങ്ങൾക്ക് വേണ്ടിയും അതിനെ പൂർത്തീകരിക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവൃത്തികളിലും അവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവരെ നടത്തുകയും ചെയ്തതിനു വേണ്ടിയും മന്യവും വിശുദ്ധമാതിനാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വീട് പണിയുന്നില്ലെങ്കിൽ അതിന്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നുവെന്നും ഈ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ അതിന് കാവൽക്കാർ ജാഗരണം ചെയ്യുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്ന നിന്റെ ശക്തിയുടെ ബലം എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വനന്മകൾക്കും വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആയിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സക്കാട് വീട്ടിൽ പ്രവേശിച്ച് ഇവനും അബ്രഹാമിനും മകനാവുണ്ട് ഇന്ന് ഈ വീടിന്റെ രക്ഷയുണ്ടായി എന്ന് നെല്ലി ചെയ്ത ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, ഈ ഭവനത്തിൽ വസിക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാക്കണമേ. ഈ വീടിനെയും ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നൽകുന്ന വലങ്കയാൽ അനുഗ്രഹിക്കണമേ. നന്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ ദുഷ്ടപെരുമാറ്റങ്ങളെ തള്ളിക്കളയണമേ. ഇവർക്ക് സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിലും പ്രയാസമുള്ള എല്ലാ പരീക്ഷകളിലും മകൾക്കർസാട് എല്ലാ കൗശലങ്ങളിലും ഇവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കരുണയുടെ കണ്ണാൽ ഈ വാസസ്ഥലത്തെയും ഇതിൽ പാർക്കുന്നവരെയും കടാക്ഷിച്ചവരോട് കരുണ ചെയ്യണമേ. ഇവരിൽ നിന്റെ നോട്ടം വിടാതെ രാപ്പകൾ നിന്റെ ചെറിയ കീഴിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർവ്വം ആ ജീവിതം ചെയ്യുവാനും പരിപാലിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിസ്ഥിതിയോടുകൂടെ അർത്ഥമുള്ളവയും നിത്യതയുള്ളവാനുവാസത്തിൽ വസിപ്പാനും ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ ഗ്രഹിച്ചും ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നു ആ ശ്രീപാടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാലെന്നെ കൊണ്ടായിരിക്കുന്ന പിതാവിന്റെയും ജീവനും വിശുദ്ധിയുള്ള റുഹാടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതുമാ തീരട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുള്ള റുഹാടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതുമായി തീരട്ടെ. രക്ഷകനെ പരിശുദ്ധാത്മാവാനെ നടിയാനെ ശുദ്ധം ചെയ്യുക.
നാക്കിൽ വാഴ്ത്തപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതും വേർതിരിക്കപ്പെട്ടതുമായ തീരട്ടെ. ജീവനും വിശുദ്ധിയുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. തിരുമധികം വാസനയേറും രക്ഷകനേ പരിശുദ്ധാത്മാവേ അടിയാരെ ശുദ്ധം ചെയ്യുക. ഇസ്രായേലിന്റെ വസന്ത വിരോധിച്ച ഞങ്ങളുടെ പാപരോഗം നീക്കി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് ലഭ്യവും ഞങ്ങളുടെ നമസ്കാരം സാധകവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവീയമായ സകലദാനങ്ങളും ബലഹീനരാജ്യങ്ങളുമേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും എന്നാവശ്യിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ജീവിതത്തില് ദൈവമാണ് സകല അനുഗ്രഹങ്ങളെയും ഉറവിടം എന്നുള്ള ബോധ്യം എല്ലായ്പ്പോഴും നമുക്കുണ്ടാകണം. നമ്മുടെ കഴിവുകൊണ്ടോ ആരോഗ്യം കൊണ്ടോ ജോലി കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഈ പറഞ്ഞ രീതിയിലുള്ള അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നമ്മൾ സാധിക്കുന്നത്. എന്നാൽ ആത്യന്തികമായ എൻ്റെ എല്ലാം പിന്നിൽ എല്ലാത്തിൻ്റെയും ഉറവിടമായിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് എന്നുള്ള ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഈ ഭവനം ഇത് നിർമ്മിപ്പാൻ ആഗ്രഹിച്ച സമയം മുതൽ അതിൻ്റെ നിർമ്മിതിയിലെ വ്യാപിച്ച ദൈവകൃപയ്ക്കായിട്ട് കുടുംബങ്ങളോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കും. പ്രസാദ് സാറും കുടുംബവും അനീഷും കുടുംബവും ആൻസിയും ആഷ്ലിയും അവരെ ഇന്നയോളം വഴി നടത്തി ഓർത്ത് അവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ദീർഘവർഷങ്ങളെ ജോലിയോടുള്ള ബന്ധത്തിൽ വിദേശ രാജ്യത്ത് ജീവിപ്പാൻ കുടുംബജീവിതം നയിപ്പാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ അവിടെ പഠിക്കുവാൻ പഠനം പൂർത്തീകരിച്ചവർക്ക് ജോലിയിലൊക്കെ പ്രവേശിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. അന്വേഷണം കുടുംബമായിരിക്കാനിടയായി ഇതെല്ലാം ദൈവം നൽകി. ഒരു ഭവനമുണ്ട്, എന്നാൽ ഒരു ഭവനം കൂടി ഇത്തരത്തിൽ സ്വന്തമാക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ഇത് വഴിയോടെ ഏറ്റവും അരികിലുള്ള ഒരു ഭവനമാണ്. അവരുടെ ഇപ്പോൾ ഉള്ള ഭവനവും വഴിയരികിലാണെങ്കിലും അല്പം കൂടി ഒരു ബൈ റോഡാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങൾ അവിടെ നമുക്ക് പാർക്കുവാനുള്ള ഇടമാണ്. ആകുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഭവനങ്ങൾ മറ്റുള്ളവർക്ക് ഇടം നൽകുന്ന
ഭവനങ്ങളായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. വീടുകൾക്കൊക്കെ നമ്മൾ വാതിൽ വെക്കും അല്ലേ? അത് പറയുന്ന വാ ഇതിലെ എന്നാണ്. ആ മതിലിൽ നമ്മൾ ചുറ്റും കെട്ടും. അപ്പൊ ഇതിലെയുള്ള പോക്കും വരവും മതി ഇതിലെയുള്ള പോക്കെന്ന് പൊതുവെ പറയും. എന്നാൽ സെക്യൂർ ആക്കണമെങ്കിൽ മതിലൊക്കെ നമുക്ക് വേണം, വാതിൽ വേണം, നമുക്ക് ഉള്ളിൽ കിടക്കുവാൻ പുറത്തു പോകാനൊക്കെ വേണം. പഴയ കാലത്തെ വീടുകളൊക്കെ ഒന്ന് ഓർത്താൽ അറിയാം, മാക്സിമം വാതിലുകൾ ഉണ്ടായിരുന്നു വീടുകൾക്ക്. എന്നാൽ പിന്നീട് വന്ന് അത് മെയിൻ ഡോർ ഒരു ഡോറായി. പിന്നെ പുറത്തേക്ക് പോകാൻ ഒരു അഡീഷണൽ ഡോർ കൂടെ കിച്ചണിനോട് ചേർന്ന്, കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അങ്ങനെയൊക്കെ ആയി. പിന്നെ ബെഡ്റൂമുകൾക്കൊക്കെ ഒറ്റ ഡോറേ ഉള്ളൂ. മറ്റേ ബെഡ്റൂം ഞങ്ങളുടെ ആദ്യത്തെ വീട് ഓർക്കുന്നത്, ഒരു ബെഡ്റൂമിന് 4 ഡോർ വരെയുള്ള റൂമുകളായിരുന്നു. രണ്ടില്ലാത്ത ഒരു ബെഡ്റൂം ഇല്ലായിരുന്നു. കാരണം എല്ലാവർക്കും കയറി ഇറങ്ങി പോകാൻ. പിൽക്കാലത്ത് നമ്മൾ അത് കൂട്ടുകുടുംബമായ കാലഘട്ടമൊക്കെയാണ്. ഇപ്പോഴെല്ലാം നമ്മൾ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്, അണുകുടുംബങ്ങളാണ്. എല്ലാവരും അവരുടെ ലോകത്ത് ഒതുങ്ങി കഴിയുന്നതായ സാഹചര്യം. അത് ഞാൻ പറഞ്ഞു വരുന്നത്, വാതിൽ എന്ന് പറയുമ്പോൾ അകത്ത് പ്രവേശിപ്പാനും പുറത്തു പോകാനുള്ളതാണ്. യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വാതിലാകും, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞതുപോലെ വാതിലെപ്പോഴും ആവശ്യം. മറ്റുള്ളവരോടുള്ള കൂട്ടായ്മയിലും കരുതലിലുമാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അതെപ്പോഴും ഓർക്കുവാൻ നമുക്കിടയാകും. അത് ഈ ഭവനത്തിന്റെ പ്രധാന കട്ടിലയിലാണ് ഇന്ന് ശ്രീബായുടെ അടയാളം പലിശ മുദ്രകുത്തി വേർതിരിച്ചതാണ്. അപ്പൊ മുദ്ര എന്ന് പറയുന്നത് അവകാശത്തെ കുറിക്കുന്നതാണ്. കർത്താവിന്റെ ജയം എന്നുള്ള ശ്രീബായാൽ ഈ ഭവനം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭവനം കർത്താവിന്റെ ഭവനമാണ്. പ്രസാദാന്തിയോ അനീഷിന്റെയോ അല്ലാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ലെങ്കിലും ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ ഭവനമാണ്. അവരുടെ ഭവനങ്ങൾ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങൾ ദൈവം നമുക്ക് ദാനമായി നൽകുന്ന വാസസ്ഥലങ്ങളാണ്. അതെല്ലാവർക്കും ആ ഒരു ബോധ്യമുണ്ടാകും. അതുകൊണ്ട് ഒന്നാമത് ദൈവത്തോട് നന്ദിയുള്ളവരായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എല്ലാത്തിൻ്റെയും ഉറവിട ഉற்பത്തി സ്ഥാനമായിരിക്കുന്ന സർവേശ്വരനായ ദൈവത്തിന് എപ്പോഴും പ്രണവസ്ഥാനം ജീവിതത്തിൽ നൽകണം. അതുകൊണ്ട് ഇത് ദൈവത്താൽ മുദ്രകുത്തി വേർതിരിക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവം വസിക്കുന്ന ഭവനമാകണം. ഏതെങ്കിലും ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ? സക്കായി ലോകപ്രകാരം ജോലിയും നിലയും വിലയും സമ്പത്തൊക്കെയുള്ള ആളാണെങ്കിലും സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത സാഹചര്യത്തിൽ കഴിയേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ യേശു കർത്താവിനെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന് രൂപാന്തരം ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു. അവന്റെ കടപ്പാടുകളെ പറ്റി അവന് ബോധ്യം വരുന്നു. ഇതുവരെ അവന് വേണ്ടി ജീവിച്ചു, ഇനി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. മറ്റുള്ളവർ അന്യമായിട്ടൊക്കെ സമ്പാദിച്ച് ഞാൻ അധികം മടങ്ങാട് തിരികെ കൊടുക്കും. യേശു ഉടനെ പറയുന്നു, ഇവനും അബ്രഹാമിന്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടാകും. അബ്രഹാമിന്റെ വിശ്വാസവും അബ്രഹാമിന്റെ അനുസരണവും, അതാണ് അബ്രഹാമിന്റെ ഭവനം എന്ന് ദൈവം യേശു കർത്താവ് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നു. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് കർത്താവ് വസിക്കുന്ന ഭവനമായി ഭവനം തീരട്ടെ. എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന് ഇഷ്ടവും പ്രസാദമുള്ള ജീവിതം നയിക്കുന്നവരായി തീരുവാണ്. പ്രസാദാനും അനീഷിനും കുടുംബമായിട്ടിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് അറിയിക്കുകയാണ്. കിഴക്കനോദര സെന്റ് തോമസ് മാർത്തമായ ഇടവയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഇടവാങ്ങളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ഈ ഭവന നിർമ്മിതിയിൽ സഹകരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി അവർക്ക് എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ട്വിൻ ഹൗസാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം അല്ലേ? താഴെ ഒരു ഫാമിലിക്ക് താമസിക്കാൻ, മുകളിലും വേണമെങ്കിൽ താമസിക്കാം. ജീവൻ അനുഗ്രഹിക്കട്ടെ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞാൻ പറഞ്ഞു അല്ലെ? ദൈവത്തോടുള്ള ബന്ധം എപ്പോഴും നിലനിർത്തണം. 2, ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തോടുള്ള ബന്ധം, സഹവിശ്വാസികളോട് മാത്രം പോരാ, അയൽപക്കത്ത് പാർക്കുന്ന നമ്മുടെ ഇതര അല്ലേ വിശ്വാസികളായ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടുമുള്ള ബന്ധം, അത് നിലനിർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഇലക്ഷനൊക്കെ വരുമ്പോഴാണ് ജാതിയും മതമൊക്കെ മറന്ന് എല്ലാവരും എല്ലാ വീടുകളിലും കയറുന്നതും വോട്ട് ചോദിക്കുന്നതും സഹകരണം തേടുന്നതും. എന്നാൽ അതെപ്പോഴും ഉണ്ടാകണമെന്നാണ്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞു നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം, മറ്റുള്ളവരോട് സഭ വിശ്വാസികളോടുള്ള ബന്ധം, നമ്മുടെ സഹജീവികളോടുള്ള ബന്ധം, അത്തരത്തിൽ അനുഗ്രഹിതരായിരിക്കാൻ ഇടയാകട്ടെ. ദിനം തോറും പ്രാർത്ഥന വരുന്ന ഭവനമാകണം നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങൾ. The family that prays together stays together. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. Family that prays together
stays together. അപ്പോൾ അത്തരത്തിൽ പ്രാർത്ഥന ഉയരുന്ന ഭവനമാകട്ടെ. അപ്പോൾ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്ന ഭവനമാകട്ടെ. ദൈവസ്നേഹം അല്ലേ? ഇറ്റ്സ് ലവ് ദാറ്റ് മേക്സ് എ ഹൗസ് എ ഹോം എന്ന് പറയും. ഇറ്റ് ഈസ് ലവ് ദാറ്റ് മേക്സ് എ ഹൗസ് എ ഹോം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമാണ് ഒരു വീടിനെ കുടുംബമാക്കുന്നത്. സ്നേഹമില്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭവനങ്ങൾ വെറും എന്താകും? കെട്ടിടങ്ങളാണ്. കല്ലും മണ്ണും കട്ടയും കെട്ടിടങ്ങളാണ്. ദൈവസ്നേഹം ഉള്ളിലുള്ള വ്യക്തികൾ പാർക്കുമ്പോഴാണ് അതൊരു ഹോം ആകുന്നത്. ഹോം ഇല്ലെങ്കിൽ ഹൗസാണ്. ഹോം ആകുക, ഭവനമാകുന്നപ്പോഴാണ്. ദൈവഭയവും ദൈവബോധമുള്ളവരും നീതിബോധമുള്ളവരും തമ്മിൽ സ്നേഹവും കരുതലും ഉള്ളവരും ആയിട്ട് ജീവിപ്പാൻ നമുക്കിടയാകും. ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കുക. നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങള് നമ്മുടെ കൈ കൊണ്ടൊക്കെ തീർത്തതാണ്. അനേകരുടെ കരവിരുന്നുണ്ട് അതിനകത്ത് അല്ലേ? ആശാരിമാരും മേസ്ത്രിമാരും മറ്റ് കാർപ്പൻറ്റേഴ്സും ഫാബ്രിക്കേറ്റേഴ്സും പെയിന്റേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ച് സഹകരിക്കപ്പെടും അല്ലേ? കൈകളാൽ തീർക്കപ്പെട്ട ഒരു ഭവനമാണ്. എന്നാൽ കൈകളാൽ തീർക്കപ്പെടാത്ത ഒരു നിത്യഭവനം നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം സ്വർഗത്തിൽ ഒരുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടാകും. അപ്പോൾ കൈകളാൽ തീർത്ത ഭവനങ്ങളിൽ നിന്നൊക്കെ ഓരോ സമയത്ത് നമ്മളെല്ലാം മാറ്റപ്പെടേണ്ടവരാണ്. എന്നാൽ പാട്ടുകാരൻ പറയുന്ന പോലെ കൈകളാൽ തീർക്കപ്പെടാത്തതാണ് കൃത്യമായ ഭവനത്തിൽ കർത്താവ് ഒരുക്കുന്ന ആ ഭവനത്തിൽ എത്തിച്ചേരുവാൻ ഒരുക്കവും നിശ്ചയമുള്ളവരായിട്ട് ഈ താൽക്കാലിക ഭവനങ്ങളിൽ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മൾ എപ്പോഴും ജീവിക്കുമ്പോൾ ആ ഒരു നിത്യ ഭവനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടോടെ അവിടെ എത്തിച്ചേരുവാനുള്ള ഒരുക്കത്തോടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനിടയാകും. അതിന് ദൈവാത്മാവെന്നും എല്ലാവരെയും സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇടവ സെക്രട്ടറി പ്രാർത്ഥിക്കും. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിന്റെ പ്രഭാസമയത്തിനായിട്ടുള്ള നിങ്ങളുടെ സ്തോത്രം. കർത്താവേ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ അവിടെ താമസിക്കുവാൻ ഞങ്ങൾക്ക് ഭവനം ആവശ്യമാകുന്നു. അതിനൊക്കെയും കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് മുഖാന്തരങ്ങൾ ഒരുക്കിയിട്ട് കടമയ്ക്കായിട്ടുള്ള നിങ്ങളുടെ സ്തോത്രം. കർത്താവേ, പ്രസാദനെയും കുടുംബത്തെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ പ്രിയ ഭവനം കർത്താവേ നിനക്കായി വേർതിരിപ്പാൻ തക്കണം അവിടുന്ന് കൃപചേരമേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തുടക്കം മുതൽ ഇന്ത്യയോളം വ്യാപക ദൈവവയ്ക്കാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിവിധങ്ങളായ കർത്താവെ ആളുകൾ ഇതിലെ കർത്താവെ കണ്ടു. എന്നാൽ കർത്താവെ അതിജീവിക്കുകയും ശുശ്രൂഷ നിർവഹിക്കാൻ തക്കണം ഇന്ന് അവിടെ സാധ്യമാക്കി കൊടുക്കുന്നവരെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നൽകുന്നതായ ആയുസ്സും ആരോഗ്യമൊക്കെയും കർത്താവെ നിനക്കായി ജീവിക്കാൻ തക്കണം ഞങ്ങളെയൊക്കെ ഇടയാക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇപ്പോൾ ഈ ഭവനം കർത്താവെ നിനക്കായി വേർതിരിക്കപ്പെട്ട് കർത്താവെ ഇതിൽ കയറിയിറങ്ങി ചെയ്യുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പാർക്കുന്നവരൊക്കെയും കർത്താവെ ദൈവത്തോട് കൂടെ അടുത്ത് ജീവിപ്പാൻ, ദൈവത്തോട് അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ, യഥാർത്ഥമായിട്ട് ദൈവത്തിൽ വസിക്കുന്നത് മനസ്സിലാക്കുവാൻ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശുശ്രൂഷിക്കുന്നവർക്ക് ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിൽ അസിസ്റ്റ് ചെയ്ത എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒന്നിച്ച് കർത്താവെ പ്രിയഭവനത്തിൻ്റെ കുഞ്ഞുങ്ങളോട് സന്തോഷിപ്പാൻ, കർത്താവെ ഇതിൻ്റെ കുദാശയിൽ പങ്കെടുക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് ഇടയാക്കുന്നവരെക്കാണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തുടർന്നും ദൈവകൃപയേറെ അനുഭവിപ്പാൻ തക്കൊണ്ട് ഇടയാകണമേ. കടന്നു നയിക്കുന്നവരെ അനുഗ്രഹിക്കുവാനാകണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം തന്നെ ഇവരെ അനുഗ്രഹിച്ചാണ്ട് ദൂരത്തൊന്നും ചാരത്തൊന്നും വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തക്ക സമയത്തിന് കടന്നു വരുവാൻ തക്കണം എല്ലാവർക്കും മുഖാന്തരങ്ങളെ ഒരുക്കിയവരേക്കാണ് സ്തോത്രം. പ്രത്യേക മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരൊക്കെയും കർത്താവെ തക്ക സമയത്തിന് കടന്നു വന്ന് കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കണം. അങ്ങനെ കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഇടയാക്കുന്നവരെക്കാണ് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാണ്ട് മാനവ മഹത്വത്തോട് നിൽക്കണമേ. സകലതും യേശുവിന്റെ തിരുനാമത്തിൽ തന്നെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമാതന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.